വെൽക്കം ടു ഡോക്ടർ ഷാനീസ് കിച്ചൻ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പിയാണ്. കുമ്പിളപ്പം അല്ലെങ്കിൽ എടനയപ്പം അല്ലെങ്കിൽ ചക്കയട, ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പഴുത്ത ചക്ക കുക്കറിൽ വേവിച്ച് മിക്സിയിലൊന്ന് നന്നായി അടിച്ചെടുത്തതാണിത്. ഇതിലേക്ക് ആവശ്യമായ മധുരത്തിന് ആവശ്യമായ ശർക്കര ഉരുക്കിയത്, ഒരൽപ്പം തേങ്ങ ചിരകിയത്, നമുക്ക് വറുത്ത അരിപ്പൊടി, പുട്ടിൻ്റെ പൊടി അല്ലെങ്കിൽ നൈസ് പൊടി ആയാലും കുഴപ്പമില്ല, വറുത്ത അരിപ്പൊടി. ഇത്രയുമാണ് നമുക്ക് ഈ കുമ്പിളപ്പം തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻറ്റ്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഇതുപോലത്തെ എടനയിലയിലാണ്. ഇതിന് നല്ലൊരു വാസനയാണ്. ഇതിനകത്ത് അപ്പം തയ്യാറാക്കി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് ഞാൻ ചക്കയുടെ തയ്യാറാക്കുന്നത് വരട്ടിയ ചക്ക ഉപയോഗിച്ചാണ്. സാധാരണ നമ്മൾ ചക്കയുടെ തയ്യാറാക്കുമ്പോൾ പഴുത്ത ചക്കച്ചുള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അരിപ്പൊടി, തേങ്ങ, ശർക്കരയൊക്കെ ചേർത്ത് നമുക്ക് കുമ്പിളപ്പം തയ്യാറാക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ചധികം ചക്കപ്പഴം കിട്ടി. അപ്പോൾ ഞാനത് ചക്ക വരട്ടി വെക്കാമെന്ന് വിചാരിച്ച് അല്പം ശർക്കരയും അല്പം നെയ്യും ചേർത്ത് അത് വേവിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് വരട്ടിയെടുത്തതാണ്. ഇത് കുറച്ചും കൂടി വരട്ടിയെടുത്തതിന് ശേഷം നമുക്കൊരു സിപ്ലോ കവറിൽ വെച്ച് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം 1 വർഷത്തോളം ഈ ചക്ക വരട്ടിയത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇപ്പോൾ വിദേശത്തൊക്കെയുള്ള ആളുകൾക്കൊക്കെ കൊടുത്തയക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ചക്ക വരട്ടിയത് വളരെ നല്ലതാണ്. ഇന്ന് ഞാൻ ഈ ചക്ക വരട്ടിയത് വെച്ച് എങ്ങനെയാണ് ചക്കയുടെ തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ചിരകിയ തേങ്ങ, മധുരത്തിന് ആവശ്യമായ ശർക്കര ഉരുക്കിയത് ഒരല്പം ചേർക്കാം. ഞാൻ ഓൾറെഡി ഈ ചക്ക വരട്ടിയപ്പോൾ കുറച്ച് ശർക്കര ചേർത്തിരുന്നു. അതുകൊണ്ട് വളരെ കുറച്ച് ശർക്കര മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിന് ഏലക്കായും ജീരകവും പൊടിച്ചതാണിത്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് അല്പം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഞാനിവിടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാറ്റർ നല്ല ഒരുപാട് തിക്കും അല്ല, ഒരുപാട് ലൂസും അല്ല. ഇങ്ങനെ സ്പൂണിൽ നിന്ന് താഴേക്ക് ഇടുമ്പോൾ മുറിഞ്ഞ് ചാടുന്ന പരുവത്തിന് ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. എന്നാൽ മാത്രമാണ് ഇത് ഇലയിൽ കുമ്പിളുണ്ടാക്കി കഴിയുമ്പോൾ അതിനകത്ത് ഇരിക്കുകയുള്ളൂ. ഇനി നമുക്ക് എടനയിലെടുത്ത് കുമ്പിളുണ്ടാക്കാൻ തുടങ്ങാം. നമുക്കിത് കുമ്പിള് എടുക്കാം. ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കുമ്പിള് പോലെ എടുക്കുക. ഈ എൻഡ് എടുത്ത് സൈഡിലേക്ക് ഇങ്ങനെ മടക്കി വയ്ക്കുക. ഞാനിവിടെ മുഴുവൻ ചക്ക മിക്സും ഇതുപോലെ എടന ഇലയിൽ ഒരു കുമ്പിള് പോലെ ആക്കി കുമ്പിളപ്പത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ആവിയിൽ ഇത് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് ആവിയിൽ ഇത് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പിളപ്പം അല്ലെങ്കിൽ ചക്കയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചൂടിന് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഒരല്പം തണുത്തതിന് ശേഷമായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടാവുക. ഇത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്യാം. ഇപ്പോൾ ഇഷ്ടം പോലെ ചക്ക ലഭിക്കുന്ന ഒരു സീസണാണ്. ഈ സമയത്ത് നമുക്ക് ചക്ക ധാരാളമായിട്ട് കിട്ടുമ്പോൾ അത് നമ്മൾ കുറച്ച് വരട്ടിയെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ചക്ക ലഭ്യമല്ലാത്ത സമയത്ത് നമുക്കിതുപോലെ കുമ്പിളപ്പം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.